ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലയാള വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലുള്ള OTT റിലീസ് അപ്ഡേറ്റുകളാണ് ഈ ഒരാഴ്ചയിൽ വന്നിട്ടുള്ളത്. അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും ഈ ഒരാഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുള്ള OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവി അപ്ഡേറ്റ് ആണ്. മൈദാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജയ് ദേവ്ഗൺ അതുപോലെ തന്നെ പ്രിയാമണി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ ഭാഗത്തിലൂടെ താന്ന ഒരു ചിത്രമാണ് മൈദാൻ എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം 10 തിയേറ്റർ റിലീസ് ചെയ്ത് ഈദ് പ്രമാണിച്ച് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രം തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം ആയിരുന്നു. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ ഹിന്ദി ഭാഷയിലെ 2 ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മാസം സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് ഈ ചിത്രത്തിന്റെ നോർമൽ വെർഷൻ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ 2 ബേസിക്സിൽ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രത്നം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിശാൽ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച, ഒപ്പം തന്നെ സമുദ്രകന്യയും പ്രിയ ഭവാനി ശങ്കർ അതുപോലെ തന്നെ മുരളി ശർമ്മ, ഹാരിഷ് പാരാടി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഹരി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു രക്തം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 2 ബേസ്ഡ് അല്ല, നോർമലായിട്ട് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജയ് ഗണേഷ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ, ജോമോൾ, ഒരു ഇടവേളയ്ക്ക് ശേഷം ജോമോളും കൂടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ചിത്രമായിരുന്നു ജയ് ഗണേഷ് പറഞ്ഞു. വിഷുവിന് തിയേറ്റർ റിലീസ് ചെയ്ത് ചെറിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം അതുപോലെ തന്നെ മനോരമ എക്സ് ആണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 24 അതായത് നാളെ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വൈറ്റ് റോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് വൈറ്റ് റോസ് എന്ന് പറയുന്നത്. നമ്മുടെ ആനന്ദി അതുപോലെ തന്നെ RK സുരേഷ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ് വൈറ്റ് റോസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മെയ് മാസം 24 ടെൻഡകോട്ട എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വല്ലവനും വാഗതുത എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരുപാട് പുതുമുഖങ്ങൾ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു കോമഡി ജോണറിൽ വരുത്താവുന്ന ത്രില്ലർ കോമഡി ജോണറിൽ വരുത്താവുന്ന ഒരു ചിത്രമാണ് വല്ലവനും വാഗതുത എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഒരു പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുള്ള ചിത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 24 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രസന്നവദനം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുഹാസ് അതുപോലെ പ്രായൽ രാധാകൃഷ്ണൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ചിത്രമാണ് പ്രസന്നവദനം എന്ന് പറയുന്നത്. ഈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 24 ആഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ആക്ഷൻ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അരമന 4 എന്ന് പറയുന്ന ഒരു ഹൊറർ ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുന്ദർ സി കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ നമ്മുടെ തമന ബാട്ടിയും അതുപോലെ തന്നെ ഋഷികന്യയും കേന്ദ്രകഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ചിത്രമായിരുന്നു അരമന 4 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകൾ നന്നായി വിജയിച്ചെങ്കിലും മറ്റുള്ള പാർട്ടുകളെല്ലാം ഭയങ്കര മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വിമർശനങ്ങളൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് തിയേറ്ററിൽ ഈ ചിത്രം വലിയൊരു വിജയം നേടിയെടുക്കുകയായിരുന്നു. ഏകദേശം ഒരു 80 കോടിയോളം മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 2nd വീക്കോട് കൂടിയിട്ട് C5ലൂടെ തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാമചന്ദ്ര ബോസെൻകോ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഹനീഫ് അബ്ദിയാനി സംവിധാനം ചെയ്ത് നിവിൻ പോളി അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, വിനയ് ഫോർട്ട് എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മണി ഈസ്റ്റ് വിവാദത്തിലോട് താഴ്ന്ന ഒരു ചിത്രമായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത് ഇതുവരെ OTT റൈറ്റ്സ് ആരും സ്വന്തമാക്കാത്ത ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സോണി ലീവ് ആണ്. ചിത്രം ഈ അടുത്ത് തന്നെ ജൂൺ മാസം സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ചിത്രം സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അട്ടർ ഫ്ലോപ്പായി മാറി OTT റൈറ്റ്സുകാർക്ക് പോലും OTTക്ക് പോലും ആർക്കും വേണ്ടാണ്ട് അവസാനം ഇപ്പോൾ ലിസ്റ്റൻ സ്റ്റീവൻ അവസാനം ചിത്രത്തിൽ തങ്ങളുടെ മറ്റൊരു ചിത്രത്തിൻ്റെ കൂടെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ ചിത്രം സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ അതുപോലെ അമല പോൾ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് ബ്ലെസ്സി സംവിധാനം ചെയ്തിട്ടുള്ള ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. അതുപോലെ തന്നെ ചിത്രം ഈ വരുന്ന മെയ് മാസം 26-ാം തീയതിയോ അല്ലെങ്കിൽ മെയ് മാസം 31-ാം തീയതിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിലപ്പോൾ എന്തായാലും ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. ഇതിൻ്റെ OTT കൺഫർമേഷൻ ഒന്നും ഡിസ്നി വേർഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. സർപ്രൈസ് റിലീസൊന്നും ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ പുറത്തിറക്കാറുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ആഴ്ചയിൽ കൂടിയിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിവിൻ പോളി അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ജോണറിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഇപ്പോൾ സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ചിത്രം സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.